ഹായ്, എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രിയ. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കുറഞ്ഞ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്ന 2 വില്ലകളാണ്. അതും ബസ് റൂട്ടിന് വളരെ അടുത്ത്. ബസ് റൂട്ടിൽ നിന്നും വെറും 300 മീറ്റർ മാത്രം മാറിയിട്ടുള്ള ദൂരത്തിൽ പഞ്ചായത്ത് ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് സ്ഥിതി ചെയ്യുന്ന 2 വില്ലകളാണ്. അപ്പൊ നിങ്ങൾ കമ്പനിയിലൊക്കെ കണ്ടതുപോലെ കുറഞ്ഞ റേറ്റ് ആണ്. 55 ലക്ഷവും 60 ലക്ഷം രൂപയൊക്കെയാണ് ഇതിന്റെ പ്രൈസ്. വീടിന്റെ വിശേഷങ്ങൾ അറിയാനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണുക. നമുക്ക് ചെറുതായിട്ടൊന്ന് ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലം നിങ്ങൾക്ക് അറിയണ്ടേ. എറണാകുളം ജില്ലയിൽ ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്നും വെറും 5.9 കിലോമീറ്റർ മാത്രമാണ് ഇവിടേക്കുള്ള ദൂരം വരുന്നത്. അപ്പൊ നമുക്ക് HMT ജംഗ്ഷനിലേക്ക് നോക്കുവാണെങ്കിൽ 6.3 കിലോമീറ്റർ, ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 5.5, ഇടപ്പള്ളിയിലേക്ക് 11, എയർപോർട്ടിലേക്ക് ഈസി ആയിട്ട് എത്താൻ വെറും 15 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. നമുക്ക് വീടിന്റെ എലിവേഷൻ ഒന്ന് കണ്ടിട്ട് വരാം. വീടിന്റെ എലിവേഷൻ നിങ്ങൾ കണ്ടു, ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ദൂരം നിങ്ങൾ കണ്ടു, പറഞ്ഞു ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരുടെയും ആരാധനാലയങ്ങൾ 500 മീറ്റർ ചുറ്റളവിൽ തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. നല്ല ഒരുപാട് സ്കൂളുകൾ നമുക്ക് ഇവിടെ വളരെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടാർ റോഡാണ്. അതിന് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ കാണുന്ന 2 വീടുകൾ സ്ഥിതി ചെയ്യുന്നത്. വളരെ ചെറിയ ലാൻഡ് അളവിൽ മാത്രമാണ് വ്യത്യാസങ്ങളുള്ളത്. ഈ കാണുന്ന വീട് 3,100 ഉണ്ട്, അത് 2,900. സൗകര്യങ്ങളൊക്കെ ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ് രണ്ടിനും നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഈ ഒരു ഗേറ്റ് തുറന്നിട്ട് നേരെ അകത്തേക്ക് വരാം. നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് ഗേറ്റ് കൊടുത്തിരിക്കുന്നത്. ഒരു സൈഡ് സ്ലൈഡ് ചെയ്യാം, ഈ ഒരു സൈഡ് വന്നിട്ട് നമുക്ക് ഫോൾഡ് ചെയ്യാവുന്ന രീതിയിലുമാണ് കൊടുത്തിരിക്കുന്നത്. ഒരു കാർ പാർക്ക് ചെയ്യാനുള്ള നല്ലൊരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അത് കൂടാതെ നമ്മൾക്ക് ഇവിടെ 2 വീലേഴ്സ് ഒക്കെ വെക്കണമെങ്കിൽ വേറെയും സ്പേസ് കിട്ടുന്നുണ്ട്. വീടിനകത്തേക്ക് എൻട്രി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മുറ്റമൊക്കെ നോക്കിയാൽ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺസ് വിരിച്ചിട്ട് ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സൈഡിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ആ എൻഡിലായിട്ട് കിണർ കാണാം. നല്ല ആഴത്തിലുള്ള കിണർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗങ്ങളിലൊക്കെ മെറ്റൽ ചിപ്പുകളാണ് വിരിച്ചിരിക്കുന്നത്. കടന്നു പോകാനുള്ള സ്പേസ് ഈ സൈഡിൽ നമുക്ക് കിട്ടുന്നുണ്ട്. വീട്ടിലേക്ക് കഴിയുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെയായിട്ട് വാട്ടറിന്റെ മീറ്റർ കാണാം. അപ്പൊ നമുക്ക് KWയുടെ വാട്ടർ ഇവിടെയുണ്ട്, കിണർ വെള്ളമുണ്ട്. ഈ ഭാഗത്തും ആളുകൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. നമുക്ക് പറയാം, ഇന്ന് 2 വീടുകളാണ് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ കാണുന്ന വീട് നോക്കുവാണെങ്കിൽ 3,100 സെന്റ് ആണ് ലാൻഡ് അളവ് വരുന്നത്. തൊട്ടപ്പുറത്ത് കാണുന്ന വീട് 2,900 ആണ് ലാൻഡ് അളവ് വരുന്നത്. അപ്പൊ ഈ ഒരു വീടാണ് നമ്മൾ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ അടുത്ത് പരിചയപ്പെടാൻ പോകുന്നത്. നേരെ സിറ്റ് ഔട്ടിലേക്ക് നമുക്ക് കടന്നു വരാം. നീളത്തിലുള്ള സിറ്റ് ഔട്ട് ആണ്, ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് വെച്ചിരിക്കുന്നത്. വീട് കംപ്ലീറ്റ് ആയിട്ട് LED ബൾബുകൾ കൊടുത്തിട്ടുണ്ട്. പില്ലർ നോക്കിയാൽ കാണാം, ഭംഗിയായിട്ടുള്ള ടെക്സ്ചർ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന വീടിന്റെ ദർശനം, അതായത് മെയിൻ ഡോറിന്റെ ഒക്കെ ദർശനം വന്നിട്ട് ഈസ്റ്റിലേക്കാണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയായിട്ട് 2 പീസിലാണ് ഡോറ് വരുന്നത്. 2ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരെ കയറി വരുന്നത് വിസിറ്റേഴ്സ് റൂമിലേക്കാണ്. ലിവിംഗ് റൂമിൽ നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള വലിയൊരു വീതിയും നീളവും ഒക്കെ ഉള്ള നല്ല ഭംഗിയുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡിൽ ഡിസൈൻ വരുന്ന ടൈലാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. സ്ട്രേറ്റ് കയറി വന്നു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ TV വെക്കാനുള്ള വോളാണ് കാണാൻ പറ്റുന്നത്. ഭംഗിയായിട്ട് ടെക്സ്ചർ വർക്കാണ് വോളിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് TV വെക്കാനുള്ള പവർ പോയിന്റ് കാര്യങ്ങളെല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നേരെ കടന്നു വരുമ്പോൾ നമുക്ക് ഈ ഭാഗത്തായിട്ട് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ മെയിൻ ഡോറിനടുത്തായിട്ടുമാണ് ബാക്കിയുള്ള 2 വിൻഡോകൾ കിട്ടുന്നത്. റൂഫിലാണെന്നുണ്ടെങ്കിലും ഭംഗിയുള്ള ലൈറ്റുകളും കളർഫുൾ ആയിട്ടുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്ത് ചെറിയ രീതിയിലാണ് റൂഫിലെ വർക്കുകളൊക്കെ കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് റൂമിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഡൈനിങ്ങിലേക്കാണ്. ഡൈനിങ്ങിലേക്ക് പോകുന്ന സമയത്ത് ഏറ്റവും മുകളിലുള്ള എൻട്രൻസ് ഒരു ആർച്ച് ഷേപ്പിലാണ് ചെയ്തിരിക്കുന്നത്. അതിനകത്തും കംപ്ലീറ്റ് ആയിട്ട് ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് ഡൈനിങ് റൂമിലേക്ക് കടക്കുമ്പോൾ ഈ കാണുന്ന ഹോൾ നോക്കിയാലും നല്ല ഭംഗിയായിട്ടുള്ള ഒരു കോപ്പർ കളറിലുള്ള ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഫാമിലിയിലുള്ള 4 പേർക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാവുന്ന ഒരു സ്പേസ് ആണ് ഈ ഒരു ഡൈനിങ് ഏരിയയിൽ നമുക്ക് കിട്ടുന്നത്. ഇവിടെയായിട്ടാണ് വാഷ് ഏരിയ വരുന്നത്. മിറർ വെച്ചിട്ടുണ്ട്, സൈഡ് സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട്. വാഷ് ബേസിനും അതിന്റെ താഴെ നമുക്ക് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള ഫെസിലിറ്റിയും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനടുത്തായിട്ട് നമുക്ക് 2 വിൻഡോസ് കാണാൻ പറ്റുന്നുണ്ട്. അതുകൂടാതെ സ്റ്റെപ്പിന് താഴേക്ക് ഒരുപാട് വേക്കന്റ് സ്പേസ് കിട്ടുന്നുണ്ട്. ഇൻവെർട്ടേഴ്സ് വെക്കാനായിട്ടും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഏരിയ കബോർഡുകളൊക്കെ എടുത്തിരിക്കാനൊക്കെ ഒരുപാട് സ്പേസ് അവിടെ കിട്ടുന്നുണ്ട്.
നിങ്ങൾ ഈ വാഷ് ബേസിൻ വെച്ചിരുന്ന ഏരിയ കണ്ടിരുന്നു. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറയാൻ ജസ്റ്റ് ഒന്ന് വിട്ടുപോയി. ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഭംഗിയുള്ളൊരു ടെക്സ്ചർ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന് തൊട്ടടുത്തായിട്ട് നമുക്ക് ഒന്നാമത്തെ ബെഡ്റൂം കിട്ടുന്നുണ്ട്. കിച്ചൺ കാണാനുണ്ട്, നമുക്ക് ബെഡ്റൂം കണ്ടിട്ട് കിച്ചണിലേക്ക് പോകാം. ഇങ്ങനെ ഒരു ഡിസൈനിലാണ് ഡോറ് കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂമിന്റെ സൈസ് വന്നിട്ട് നല്ല വലിയ സൈസാണ്. 14-10 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. താഴെയൊക്കെ ഫുഡ് ലാംപ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്ത് 3 വിൻഡോസും മറ്റുള്ള 3 വിൻഡോസ് വന്നിട്ട് ഇവിടെയുമാണ് കൊടുത്തിരിക്കുന്നത്. റൂഫിൽ ബോർഡർ ലൈനുകൾ വന്നിട്ടുണ്ട്. മിഡിൽ പോർഷനിൽ മാത്രം സിമ്പിൾ ആയ ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് മാത്രം വർക്കുകളാണ് ഈ ഒരു വീട്ടിൽ ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനുള്ള ഡോറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സ് വന്നിട്ട് ജെറയിലാണ് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലുള്ള ഷെയ്ഡിൽ ഭംഗിയുള്ള ഒരു ടൈലാണ് വോളിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. സൗകര്യത്തിൽ തന്നെയാണ് ഈ ഒരു ബാത്റൂം ചെയ്തിരിക്കുന്നത്. താഴെയുള്ള ബെഡ്റൂം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നേരെ കിച്ചണിലേക്ക് പോകാം. ക്ലോസ്ഡ് കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഡോർ വന്നിട്ട് ഇതുപോലെ ഹാഫ് വുഡിലും ഹാഫ് ഗ്ലാസ്സിലുമാണ് കൊടുത്തിരിക്കുന്നത്. ഭംഗിയുള്ള ഡിസൈനുള്ള ഡോറാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടേക്ക് വരുന്ന സമയത്ത് 4 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാവുന്ന ഒരു സ്പേസ് ആണ് കിച്ചണകത്ത് നമുക്ക് കിട്ടുന്നത്. സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കുവാണെങ്കിൽ ബ്ലാക്ക് ടൈലിൽ ചെറിയൊരു വൈറ്റ് ഡിസൈൻ വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ സ്റ്റോറേജ് കപ്പാസിറ്റി കിട്ടുന്ന രീതിയിൽ ചുറ്റിലും നമുക്ക് നിറയെ കബോർഡുകളാണ് ചെയ്തിരിക്കുന്നത്. എല്ലാം തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് വരുന്നത്. കിച്ചന്റെ റൂഫിൽ പ്ലെയിൻ ആയിട്ടാണ്, പ്രത്യേകിച്ച് വർക്ക് കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു ടോപ്പ് സ്ലാബ് വന്നിട്ട് നമുക്ക് നോക്കിയാൽ കാണാം ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. ഇവിടെ ആയിട്ടാണ് സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നത്. ഡോർ തുറന്ന് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങുന്ന ഏരിയ ഓൾറെഡി കണ്ടതാണ്. വർക്ക് ഏരിയക്കായിട്ട് അവിടെ സ്പേസ് ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വന്നത്. വരുന്ന വഴിക്ക് നിങ്ങൾ ഹാൻഡ് റൈൽസ് ഒക്കെ നോക്കിക്കോളൂ. ഭംഗിയായിട്ട് നല്ല വുഡൻ ഡിസൈനിൽ വുഡനിലാണ് ചെയ്തിരിക്കുന്നത്. കടന്നു വരുന്ന സ്റ്റെപ്പ് ഒക്കെ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ്. വരുന്ന വഴിയിലൊക്കെ നോക്കിയാൽ നിറയെ ഫുഡ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് 2 വിൻഡോസും ആണ് കിട്ടുന്നത്. സ്റ്റെപ്പ് കയറി നേരെ വന്ന് നിൽക്കുന്നത് ഒരു ഹാളിലാണ്. അത്യാവശ്യത്തിന് നല്ല സ്പേസ് ഒക്കെ കൊടുത്തിട്ടൊരു ഹാളാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നമുക്ക് അപ്പർ ലിവിംഗ് സ്പേസ് ഇതാണ്. ടി വി വെക്കാനൊക്കെ ആയിട്ട് ഇവിടെ എവിടെ വേണമെങ്കിലും ബോളുകളുണ്ട്. നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഏത് ബോളിൽ വേണമെങ്കിലും നമുക്ക് TV യൂണിറ്റ് അറേഞ്ച് ചെയ്യാവുന്നതാണ്. സ്റ്റെപ്പ് കയറി നമ്മൾ വന്നത് ഈ ഒരു ഭാഗത്ത് നിന്നാണ്. നമ്മൾ താഴെ ഒരു ബെഡ്റൂം ആണ് കണ്ടത്. നേരെ വരുമ്പോൾ ആദ്യം നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം നോക്കാം. ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 14-10 ഫീറ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. താഴെ കണ്ടതുപോലെ തന്നെ വലിയ ബെഡ്റൂം തന്നെയാണ്. ഈ ഭാഗത്ത് 3 വിൻഡോസും ബാക്കിയുള്ള 3 വിൻഡോസ് അവിടെയുമാണ് ചെയ്തിരിക്കുന്നത്. റൂഫില് ബോർഡർ ലൈനുകളിൽ ഡിസൈൻ വരുന്നുണ്ട്. മിഡിൽ പോർഷനിൽ ഫാൻ വെക്കാവുന്ന പൊസിഷന് ചുറ്റിനും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഭാഗത്താണ്. ഭംഗിയുള്ള ഡിസൈനോട് കൂടിയ ഒരു ഡോറാണ് കൊടുത്തിരിക്കുന്നത്. വോൾ ടൈലുകളൊക്കെ നോക്കുവാണെങ്കിൽ ഗ്രേ ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷനിൽ നല്ല ഡിസൈനുള്ള ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത്. ഫിറ്റിംഗ്സ് സെറയുടെ തന്നെയാണ്. രണ്ടാമത്തെ ബാത്റൂമും നല്ല സൗകര്യത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി നമ്മൾ അടുത്ത ബെഡ്റൂം കാണുന്നത് ആ ഭാഗത്താണ്. അവിടേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് ഇവിടെ ഒരു സ്പേസ് കിട്ടുന്നുണ്ട്. എക്സ്ട്രാ അൽമാരീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അത് പ്ലേസ് ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് ഇതിന്റെ ഒരു അളവ് നോക്കുവാണെങ്കിൽ 10 ഫീറ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇവിടെയും ടോട്ടൽ നമുക്ക് 6 വിൻഡോസ് ആണ് കിട്ടുന്നത്. കമ്പാരിറ്റീവ്ലി മറ്റു രൂപകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു ചെറിയ ബെഡ്റൂം ആയിട്ടാണ് മൂന്നാമത്തേത് ചെയ്തിരിക്കുന്നത്. റൂഫിലാണെങ്കിലും ബോർഡർ ലൈനുകളിലും മിഡിൽ പോർഷനിലും മാത്രമായിട്ടാണ് ഡിസൈനുകൾ വന്നിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഇതിന്റെ ഡോർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഡോറിന് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട ബാത്റൂമിലെ സെയിം ടൈലുകൾ തന്നെയാണ് ഇവിടെയും. നല്ല ഭംഗിയായിട്ട് ഗ്രേ ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷനിലാണ് ടൈലുകൾ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 3 ബെഡ്റൂമുകളും കണ്ടു കഴിഞ്ഞ് അപ്പർ ലിവിംഗ് സ്പേസിൽ നിൽക്കുമ്പോൾ ഇവിടുത്തെ നമുക്ക് എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് വിൻഡോസ് വരുന്നത് ഈ ഭാഗത്ത് 3 എണ്ണവും ഇവിടെ 2 വിൻഡോസും കൊടുത്തുകൊണ്ടാണ്. ഇവിടെ നമുക്കൊരു ഡോറ് കിട്ടുന്നുണ്ട്. ഇത് വന്നിട്ട് ബാൽക്കണിയിലേക്കാണ് വരുന്നത്. ബാൽക്കണി നമുക്കൊന്ന് കണ്ടു നോക്കാം. വീടിന് ഫ്രണ്ടിലൂടെ പോകുന്ന ടാർ റോഡിനെ ഡയറക്റ്റ് വ്യൂ കിട്ടുന്ന രീതിയിലാണ് ബാൽക്കണി ചെയ്തിരിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ഹാൻഡ് റൈൽസ് വരുന്നത്. ടഫിന്റെ ഗ്ലാസ് ഇട്ട് കവർ ചെയ്തിട്ടുണ്ട്. പെർഗോള മോഡലിൽ കുറച്ച് ഓപ്പണിംഗ് കാണാം. കളർഫുൾ ആയിട്ടുള്ള ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് ഭംഗിയായിട്ടാണ് ബാൽക്കണി ചെയ്തിരിക്കുന്നത്. സാധാരണ വീടുകൾ കണ്ടു കഴിയുമ്പോൾ ഏകദേശം വീഡിയോ എൻഡ് ചെയ്യുന്ന സമയമായി. നമുക്ക് കഴിഞ്ഞിട്ടില്ല, ഇനി നമുക്ക് ഇവിടെ കാണാനുണ്ട്. നമ്മൾ ഫസ്റ്റ് ഫ്ലോർ കണ്ടു, സെക്കൻഡ് ഫ്ലോർ കണ്ടു, അതിന് മുകളിലേക്കാണ് കയറാൻ പോകുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് 2 വിൻഡോസ് ആണ് കിട്ടുന്നത്. ഇതേ രീതിയിൽ തന്നെയാണ് സ്റ്റെപ്പ് ഏറ്റവും മുകളിൽ എത്തുന്നത് വരെ കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. ഗ്രാനൈറ്റും ഇതുപോലെ വുഡനുമാണ് ഇട്ടിരിക്കുന്നത്. കയറി പോകുന്ന വഴികളിൽ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലത്തെ ടെറസിലാണ് വന്നിരിക്കുന്നത്. ഇത്രയും ഭാഗം ഓപ്പൺ ടെറസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്.
ഇവിടെയായിട്ട് നമുക്കൊരു കോമൺ ബാത്റൂം കിട്ടുന്നുണ്ട്. സാധാരണ വീടുകളിൽ ഇങ്ങനെ ഒരു ഫെസിലിറ്റി കിട്ടാറില്ല. ഈ നിൽക്കുന്ന ഭാഗം ഫുള്ളായിട്ട് കവർ ചെയ്ത് ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ വെക്കാനായിട്ട് നമുക്ക് ഇവിടെയാണ് പൈപ്പ് ഫിറ്റിംഗ്സും വേസ്റ്റ് വാട്ടർ ലൈനും എല്ലാം കൊടുത്തിരിക്കുന്നത്. ഏറ്റവും വലിയ സൗകര്യം ഇവിടെ നിന്ന് നമുക്ക് തുണികളെല്ലാം കഴുകിയാൽ നേരെ എടുത്ത് വെയിലത്തേക്ക് ഇടാനായിട്ട് വളരെ സൗകര്യമാണ്. ബക്കറ്റ് കൊണ്ട് മുകളിലേക്ക് വരേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഇവിടെയായിട്ട് നമുക്കൊരു ബാത്റൂം കിട്ടുന്നുണ്ട്. ഭംഗിയുള്ള ഡിസൈനിലാണ് ഡോറ് കൊടുത്തിരിക്കുന്നത്. ഈ ബാത്റൂമിനകത്തെ ടൈലുകൾ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ട് തന്നെ കളർഫുൾ ആയിട്ടുള്ള ടൈൽസ് ഒക്കെയാണ് വിരിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു 3 ബെഡ്റൂം ഉള്ള വീട്ടിന് 4 ബാത്റൂമുകളാണ് കിട്ടുന്നത്. ഈ ഒരു വീടിന്റെ കംപ്ലീറ്റ് കാഴ്ചകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. തൊട്ടപ്പുറത്ത് തന്നെ മറ്റൊരു വീടും കൂടെ സെയിലിനുണ്ട്. 2 വീടുകളും കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് വീഡിയോ ലെങ്തി ആവും, ബോറടിക്കും. അതുകൊണ്ട് നിങ്ങൾ നേരിട്ട് വരുന്ന സമയത്ത് വീട് കാണാൻ വരുമ്പോൾ 2 വീടുകൾ നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. ഈ വീടുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം എറണാകുളം ജില്ലയിലാണ്. ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്നും വെറും 5.9 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ്. HMT ജംഗ്ഷനിലേക്ക് 6.3 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. പഞ്ചായത്ത് ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് സ്ഥിതി ചെയ്യുന്ന 2 വീടുകളാണ്. കിഴക്കോട്ട ദർശനമായിട്ട് വളരെ ഐശ്വര്യമായിട്ട് സ്ഥിതി ചെയ്യുന്ന 2 വീടുകളാണ്. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരുടെയും ആരാധനാലയങ്ങൾ അടുത്തുണ്ട്. ബസ് റൂട്ടിലേക്ക് വെറും 300 മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ബഡ്ജറ്റ് വളരെ അട്രാക്റ്റീവ് ആണ്. ഇന്ന് നിങ്ങൾ പരിചയപ്പെട്ട വീടിന്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 3.2 സെന്റ് ആണ്. 3 സെന്റ് 200 ലിങ്സ് ലാൻഡിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. 1425 ആണ് ഇതിന്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത്. 3 ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ടെറസിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് മറ്റൊരു ബാത്റൂം, 4 ബാത്റൂമുകൾ കിട്ടുന്നുണ്ട്. യൂട്ടിലിറ്റിക്കായിട്ട് സെപ്പറേറ്റ് സ്പേസ് അവിടെ വേറെയും കിട്ടുന്നുണ്ട്. എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ കാണുന്ന വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 60 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. തൊട്ടടുത്ത് കാണുന്ന വീട് നോക്കുവാണെങ്കിൽ 2.9 സെന്റ് ആണ്. 2 സെന്റ് 900 ലിങ്സിലാണ് തൊട്ടടുത്ത് കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ നോക്കുവാണെങ്കിൽ ഒട്ടും സ്ക്വയർ ഫീറ്റ് പുറകിലല്ല. 1325 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ആയിട്ടാണ് ആ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. അതിന് ഓണർ ചോദിക്കുന്നത് വെറും 55 ലക്ഷം രൂപയാണ്. അതും നെഗോഷ്യബിൾ ആണ്. സോ ഇന്ന് പരിചയപ്പെട്ട 2 വീടുകൾ നോക്കുവാണെങ്കിൽ 55 ലക്ഷവും 60 ലക്ഷം ബഡ്ജറ്റിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. കിണർ വെള്ളമുണ്ട്, പൈപ്പ് വെള്ളമുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. മാർബിൾ ഹോംസ് വഴി വീട് പർച്ചേസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മാക്സിമം ബിൽഡറുമായി സംസാരിച്ച് നെഗോഷിയേറ്റ് ചെയ്ത് നല്ലൊരു റേറ്റ് സ്വന്തമാക്കി തരാനായിട്ട് ശ്രമിക്കുന്നതാണ്. ലോൺ സൗകര്യം വേണമെങ്കിലും ഈ വീടിന് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ മാർബിൾ ഹോംസിന്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഒട്ടും ലേറ്റ് ആക്കണ്ട, നല്ലൊരു ബഡ്ജറ്റാണ്. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.